ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയാലോ? കുറേ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട്. ദാസ എന്ന് പറയുന്നത് പോലെ ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോവുകയാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ ഇവരെയും കൊണ്ടൊക്കെ പോകാൻ വലിയ പാടല്ലേ. പക്ഷേ ഇത്തവണ മമ്മിയും കാല് വയ്യ എങ്കിലും വരാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. അപ്പം നമ്മൾ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇട്ടിട്ട് നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് 4 days ആണെങ്കിലും സ്വസ്ഥമായിട്ട് അവിടെ തന്നെ എയർപോർട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നേരെ വീടൊക്കെ പൂട്ടിക്കെട്ടി എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ പെരുന്നാളിൻ്റെ ഈ ആളുകളൊക്കെ ഇത് എങ്ങോട്ട് പോവുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളും നടപ്പ് തുടങ്ങുന്നു കേട്ടോ. അപ്പോൾ എന്താ ഡിപ്പാർച്ചറിൻ്റെ ഏരിയ ഒക്കെ നോക്കിയേ, ഫുൾ തിരക്കാണ്, നല്ല തിരക്ക്. പെരുന്നാളിൻ്റെ ആളെന്നൊക്കെ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ ആ ഒരു ഏരിയയിലേക്കാണ് കൂടുതൽ ആളുകളും പോകുന്നത് കേട്ടോ. ടൂറായിരിക്കും. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. യെസ്, മലേഷ്യക്കാണ് പോകുന്നത്. ഇൻ്റർനാഷണൽ ട്രിപ്പിന് പതിയെ ഒന്ന് ബക്കറ്റ് ലിസ്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഫുൾഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മലേഷ്യക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് മലേഷ്യക്ക്. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും 7 kg വീതം എടുക്കാം. പിന്നെ ഞങ്ങളൊരു ആഡ് ചെയ്തിട്ടുണ്ട് 20 kg കൂടെ. അപ്പോൾ ആവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്ന് വിചാരിച്ചാണ് 20 kg കൂടെ ആഡ് ചെയ്ത്. പിന്നെ ഞങ്ങളെല്ലാവരും ലഗേജും എല്ലാം എടുത്തു. അപ്പോൾ എല്ലാം ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ ഉള്ളത് നോക്കി, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കി ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ലേഡീസൊക്കെ ഈ പറഞ്ഞ പോലെ കുറേ പേര് നമ്മുടെ മലേഷ്യക്ക് വേണ്ടിയിട്ടുള്ള അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കുറേ ലേഡി ഗ്രൂപ്പുകളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മുടെ അകത്തേക്ക് കയറ്റി വിട്ടു. ഇനി നമ്മുടെ ഇമിഗ്രേഷൻ്റെ സൈഡിലേക്കാണ് ചെന്നിരിക്കുന്നത്. നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. അതും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിനകത്തൂടെ അപ്പുറത്തേക്ക് നമ്മുടെ ലോഞ്ചിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ചക്കരക്കുട്ടിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചക്കര ഫ്ലൈറ്റിൽ നേരത്തെ കുഞ്ഞായപ്പോൾ കയറിയിട്ടുണ്ട്, പക്ഷെ അവൾക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് നല്ല ഓർമ്മയിൽ ഫ്ലൈറ്റിൽ കയറുന്നത്. കാരണം ചക്കരയ്ക്ക് പേടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല എക്സൈറ്റഡുമാണ് ചക്കര. അപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ ഇവിടെ നിന്ന് എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ ഒന്നും നടന്നില്ല. ഇവിടെ ഇതൊക്കെ നടന്നൊന്ന് കണ്ടു. ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ എത്തി കേട്ടോ. 12:30 ഫ്ലൈറ്റ്. ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ എത്തി. അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി കേട്ടോ. ചക്കര നോക്കിയേ നല്ല ഓർത്ത്. സാധാരണ 10:30 ആകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങുന്ന ആളായതുകൊണ്ട് അവൾ ഉറങ്ങി കറക്റ്റ് സമയത്ത് തന്നെ. അപ്പോൾ 12:30 ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് വന്ന് ആദ്യത്തെ സോൺകാരെ കയറ്റി തുടങ്ങി. അപ്പോഴത്തേക്കും ചക്കരയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നതിന് എനിക്കധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാലും അതും ഇതൊക്കെ ആയിട്ട് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഒരു ട്രിപ്പ് അത് നിങ്ങളുടെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല മലേഷ്യ, നമ്മുടെ കണ്ണിലൂടെയുള്ള മലേഷ്യ എങ്ങനെയാണെന്നും കൂടെ അറിയണ്ടേ. അപ്പോൾ മലേഷ്യ എന്ന് പറയുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കറിയാം, എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും എപ്പോഴും ഇവർക്ക് എക്സാമും കാര്യങ്ങളും പിന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്യായികയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തവണ ഒന്നും നോക്കിയില്ല. മമ്മിയും റെഡി, കാലുവേദനയൊന്നും പ്രശ്നമല്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ വന്നാൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഒർലിൻ ഹോളിഡേയ്സ് ആൻഡ് ഇവൻറ്റ്സിൻ്റെ വകയാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര കേട്ടോ. അപ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു യാത്ര എന്നും വേണമെങ്കിൽ, ഒരു ചെറിയ ലക്ഷറി യാത്ര എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയോ അല്ലെങ്കിൽ ഇതുപോലെ ലക്ഷറിയസ് യാത്രയോ ഏതുമായിക്കൊള്ളട്ടെ, ഒർലിൻ ഹോളിഡേയ്സ് ആൻഡ് ഇവൻറ്റ്സിനെ സമീപിച്ചാൽ മതി. ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ചക്കരക്കുട്ടി ഒന്ന് ഓണായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ എയർ ഹോസ്റ്റസ് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. ഞാനും കുറേയൊക്കെ മറന്നു പോയായിരുന്നു, നേരത്തെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാത്തത് കൊണ്ട് ഇവർ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ സൂക്ഷ്മം ശ്രദ്ധിച്ച് കേട്ടു. അപ്പോൾ ഇനി സേഫ്റ്റി ഫീച്ചേഴ്സും കൂടെ അവർ എല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥതയായിട്ട്. അപ്പോൾ ചക്കരയ്ക്കൊരു ചെറിയ പേടിയുണ്ട്. ചക്കര ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ ചെറിയൊരു പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, നമ്മൾ ഇപ്പോൾ ബസ്സിലോ അല്ലെങ്കിൽ ട്രാവലിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് ഏകദേശം മലേഷ്യയുടെ മുകളിലൂടെ പറന്ന് തുടങ്ങി. ആ കാഴ്ചയാണ് മക്കളെ കാഴ്ച. എന്നോ രസമായിരുന്നു എന്നറിയോ. ആദ്യം രാത്രി ഞങ്ങൾ കയറി, അതായത് രാത്രി 12:30. അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞാണ് അകത്തേക്ക് കയറ്റിയത്, ക്യാബിൻ ക്രൂ എല്ലാം. അപ്പോൾ ഞാൻ അപ്പോഴാണ് ഓർത്തത് ഗുഡ് മോർണിംഗ് ആയല്ലേ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒന്ന്
ഇതിനകത്തൊക്കെ ഇരുന്ന് വന്നത് രാവിലെ ആയിട്ട് ഉള്ള ദൃശ്യമാണിത്. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും വിൻഡോ സീറ്റിലുള്ള എല്ലാവരും ഇങ്ങനെ ആ ഒരു ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്നു. അത്ര രസമായിട്ട് മേഘത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു വിഷ്വൽ സൂപ്പറായിരുന്നു കേട്ടോ, മേഘത്തിൻ്റെ ഇടയിലുള്ള ആ യാത്ര. അങ്ങനെ ഇതാ നമ്മുടെ മലേഷ്യയിലേക്ക് കാലുകുത്തി. എയർ ഏഷ്യയുടെ ഒക്കെ നിരവധി ഫ്ലൈറ്റുകൾ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെയൊക്കെ ഇരട്ടി വലിപ്പമുള്ള നമ്മുടെ എയർപോർട്ടാണ് കേട്ടോ ഇത്. അവിടെ ഇങ്ങനെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ടോയ് പ്ലെയിൻ നിരത്തിയിട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു, ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. എയർ ഏഷ്യയുടെയൊക്കെ പല ടൈപ്പ് ഫ്ലൈറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ കാണുന്ന ഫ്ലൈറ്റൊന്നും അല്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഡിസൈനുള്ള ഫ്ലൈറ്റുകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളിനി നേരെ ഇവരുടെ ഇമിഗ്രേഷൻ്റെ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ കുറച്ച് ചെക്കിങ്ങൊക്കെ കൂടുതലുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ അടുത്ത് വന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെയും ചെക്കിങ് കൂടുതലായിരുന്നു. എല്ലായിടത്തും ചെക്കിങ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബാഗിൽ അതും ഇതൊന്നും വെക്കാൻ പാടില്ല. പിന്നെ ചെക്ക് ഇൻ ബാഗിൽ അങ്ങനെ കുറേ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞെത്തി. ഇതാ നമ്മുടെ ബോക്സ് വരുന്നുണ്ട്. ജോക്കുട്ടനാകെ സങ്കടമായിപ്പോയി. ജോക്കുട്ടൻ്റെ ബോക്സ് എറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, എന്തോ സൈഡൊക്കെ ചെറുതായിട്ട് ഒന്ന് ഒരു ഇതൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവിടെ ബിൻചാൻ അതിനകത്തുനിന്ന് വിളിക്കുന്നുണ്ട്. അവരെ ഇറങ്ങിയില്ലായിരുന്നു. അവിടെ സ്പെഷ്യലായിട്ട് ഒന്നും കൂടെ ചെക്കിങ്ങൊക്കെ ചെയ്യണം. അതായത് തിരിച്ചും മറിച്ചും നമ്മൾ എപ്പോഴാണ് പോരുന്നത്, ഹോട്ടൽ ബുക്കിംഗ് എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചു. 5 പേരുടെയും പാസ്പോർട്ട് എല്ലാം ഒന്നും കൂടെ അവർ നോക്കിയതിന് ശേഷമാണ് നമ്മളെ പുറത്തേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മലേഷ്യയിലേക്ക് പതിയെ കാലുകുത്താൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ബസ് ടെർമിനൽ ഉണ്ട്, അത് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ടാക്സിയും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ നമ്മളെല്ലാം ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അലഞ്ഞു തിരിയണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അതല്ല ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ ഒരുമിച്ച് പോരുവാണെങ്കിൽ അവിടെ വന്നിട്ട് അവർക്ക് എല്ലാ ട്രാവൽ ഏജൻസും കാര്യങ്ങളും എല്ലാവരെയും മീറ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ടാക്സി ഡ്രൈവർ ഇവിടെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇതിന് ചുറ്റും. അപ്പോൾ എല്ലാ മലേഷ്യ എന്നും നമ്മൾ മനസ്സിലേക്ക് മലേഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ടവറുകളും ഇവിടുത്തെ കെട്ടിടങ്ങളും ആയിരിക്കും മനസ്സിലേക്ക് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ സുന്ദരമായിട്ടുള്ളത് ആ വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇവിടുത്തെയും പ്രത്യേകത. ഇതിന് തൊട്ടടുത്ത് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഈ ഒരു കെട്ടിടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ എത്തിക്കഴിഞ്ഞു. ഒരു ചെറിയ പയ്യനാണ് നമ്മുടെ ഡ്രൈവർ, മഹാ എന്നാണ് അവനെ പരിചയപ്പെടുത്തിയത്. ഇംഗ്ലീഷും അതുപോലെ തന്നെ തമിഴും സംസാരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്ന് ഞങ്ങൾ ഓരോരോ കാര്യങ്ങളും പറഞ്ഞാണ് ആൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ചെറിയ പയ്യനായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇനി മലേഷ്യയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇതുവരെ മലേഷ്യ പോകാത്തവർക്കും അതുപോലെ തന്നെ മലേഷ്യയിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇനി ഒരിക്കലും പോകില്ല എന്ന് കരുതുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു മലേഷ്യ ട്രിപ്പ് ഞാൻ പങ്കുവയ്ക്കുന്നത്. കാരണം എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നതെല്ലാം ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ മലേഷ്യയിലെ വഴിയോരങ്ങളും അതുപോലെ നിരത്തുകളും എല്ലാമാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ പനയുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് പനയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് എണ്ണപ്പനയാണ് കേട്ടോ എല്ലായിടത്തും കാണുന്നത്. നല്ല ഒത്തിരി എണ്ണപ്പനയുണ്ട്. അപ്പോൾ എണ്ണപ്പനയ്ക്ക് പേര് കേട്ടതാണ് നമ്മുടെ മലേഷ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എണ്ണപ്പന കാണുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഏരിയ ആണെങ്കിൽ പോലും നല്ല ഗ്രീനറിയാണ്. പിന്നെ നിരത്തുകളെ നമുക്ക് തീർച്ചയായും നിരത്തുകളെക്കുറിച്ച് പറയണം. റോഡുകളെല്ലാം നല്ല പക്ക അടിപൊളി റോഡുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റോഡായതുകൊണ്ട് തന്നെ മമ്മിക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഇവിടുത്തെ ഒരു ടോൾ ബൂത്താണ് കേട്ടോ ഇത്. ഇവിടെ ടോള് നമുക്ക് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മാത്രം മതി, നേരെ ഓക്കെ ആയി പോയിക്കോളൂ. അധികം സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ചുമ്മാ പച്ചപ്പാണ്. ചുമ്മാ പച്ച പിടിച്ച് കിടക്കുകയാണെങ്കിൽ അത് കാണാൻ നല്ല രസമാണ്. അമ്പരചുംബികളായിട്ടുള്ള ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ക്വാലാലംപൂർ ടൗണിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള കുറേ ഈ പറഞ്ഞ പോലെ മേൽപ്പാലങ്ങൾ അതെല്ലാം നല്ല രസമാണ് കാണാനായിട്ട്.
ചുറ്റും ഇതുപോലെ വലിയ വലിയ കെട്ടിടങ്ങളാണ്. പക്ഷേ വലിയ വലിയ കെട്ടിടങ്ങളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല എന്നാണ് നമ്മുടെ ഡ്രൈവർ മഹ പറഞ്ഞത്. വരുന്നേ ഉള്ളൂ, ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് മാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ വലിയ വലിയ കെട്ടിടങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ വലിയ വലിയ ടവറുകളും ഒക്കെ അതാ കണ്ടു തുടങ്ങി. വലിയ വലിയ ടവറുകളെല്ലാം കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ചെക്ക് ഇൻ നമ്മൾ ചെയ്യുന്നത്, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെല്ലുന്നത് മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടെ കുറേയേറെ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സീരീസ് മലേഷ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് മ്യൂസിയമാണ്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ വീഡിയോ പുറകേ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അവിടെ എത്തുന്നത് വരെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കാണാൻ, മലേഷ്യ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമുക്കൊരു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇവിടെയൊക്കെ പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മ്യൂസിയത്തിലേക്ക് ഞാൻ കയറാൻ പോവാണ്. അതിന് തൊട്ട് മുന്നിൽ ഇതുപോലെ ഒത്തിരി പഴയ എൻജിൻ, പഴയ വാനുകൾ, പഴയ ബസ്സുകൾ, ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ആ ഫോട്ടോസുകളെല്ലാം എടുത്ത് ഇനി അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ മ്യൂസിയത്തിൽ കയറുന്നതിനുള്ള പാസ്സെല്ലാം ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒർലിൻ ഹോളിഡേയ്സ് ആൻഡ് ഇവൻറ്റ്സ് നോക്കാനും നമ്മുടെ സ്വന്തം ഒർലിൻ ഹോളിഡേയ്സ് ആൻഡ് ഇവൻറ്റ്സ് വഴിയാണ് എല്ലാം ബുക്ക് ചെയ്ത് നമ്മൾ സെറ്റാക്കി മലേഷ്യയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മലേഷ്യയിൽ പോകണം, ഓൾ വേൾഡ് എവിടെ പോകണമെങ്കിലും ഒർലിൻ ഹോളിഡേയ്സ് ആൻഡ് ഇവൻറ്റ്സിനെ ബന്ധപ്പെടാം. ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മലേഷ്യ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മ്യൂസിയത്തിലേക്ക് കയറാൻ പോവുകയാണ്. മ്യൂസിയം കുറേയേറെ കാണാനുണ്ട്, അതുപോലെ കുറേയേറെ വീഡിയോസുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും കാണണം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും സൂപ്പർ വീഡിയോസുമായിട്ട് കാണാം. ടാറ്റാ, ബൈ.